എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഒരു വ്യക്തിയുടെ അനുഭവം കേൾക്കാം. നമസ്കാരം, എന്റെ പേര് ബൈജു എന്നാണ്. മദ്യാസക്തനാണ്. കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് മദ്യപിക്കുന്നില്ല. ഈ ഒരു ജീവിത രീതി കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ രീതിയിലും തകർന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികം അല്ലെങ്കിൽ ആത്മീയപരമായ എല്ലാ തകർച്ചകളും അനുഭവിച്ച് കടന്നു പോകുന്ന ഒരാളാണ്. 2005 കാലഘട്ടങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ പ്രോഗ്രാമിനെ എന്റെ സുഹൃത്തുക്കൾ വഴി കൂട്ടായ്മയെ കണ്ടെത്താനുള്ള ഒരു ഭാഗ്യം കിട്ടിയതാണ്. പക്ഷെ ഒരു 8 മാസം മാത്രമാണ് അതിന് നിലനിൽപ്പുണ്ടായുള്ളൂ. അതിനുശേഷം, അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ എങ്ങനെയായിരുന്നു, ആ കാലഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ 8 മാസക്കാലം വളരെ കാര്യമായി കൂട്ടായ്മയിലൂടെയുള്ള സഞ്ചാരം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് ഞാൻ എന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് മറന്നു പോവുകയും ഈ കൂട്ടായ്മയുടെ പ്രസക്തിയെ കുറിച്ച് മനസ്സിലാക്കാതെ പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ വീണ്ടും മദ്യപിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും കുടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗത്തിന്റെ അടിമയാണ് ഞാൻ എന്ന തിരിച്ചറിവ് ആദ്യ കാലഘട്ടങ്ങളിൽ എന്റെ സുഹൃത്തുക്കൾ എന്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നെങ്കിലും എല്ലാവരും പറഞ്ഞു തന്ന ആ വാക്കുകളൊക്കെ സൗകര്യപൂർവ്വം മറന്നുപോവുകയും വീണ്ടും യാത്രകളും തിരക്കുകളിലേക്കൊക്കെ മാറിപ്പോവുകയും ആ കഴിഞ്ഞ കാലഘട്ടങ്ങൾ അല്പാൽപമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്തു. ആ സമയത്ത് കുടിക്കുന്നില്ല, പക്ഷേ എന്റെ ജീവിത ശൈലി ആ പഴയ രൂപത്തിലേക്ക് തന്നെ പോയി. കുടിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഒറ്റ കാരണം മാത്രം. പക്ഷേ ഈ 8 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ആ കുടിയിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിൽ ഒട്ടനവധി ചിന്തകൾ ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ആൽക്കഹോളിക് ആണോ, ഞാനൊരു മദ്യപാനിയാണോ? ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി അപജയങ്ങളെക്കുറിച്ചും ഒത്തിരി കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചും അകന്നുപോയ ബന്ധങ്ങളെക്കുറിച്ചും എനിക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടായിട്ടുള്ള അപജയങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അടുത്ത ഒരു കുടിയിലേക്ക് സമീപിക്കുന്ന 8-ാം മാസം അവസാനമായപ്പോ വീണ്ടും എന്റെ മനസ്സിലേക്ക് ഈ ചിന്തകൾ കടന്നു വന്നു. കുഴപ്പമില്ല, അല്പമൊക്കെ നിയന്ത്രിച്ചാവാം. കാരണം ഇന്നത്തെ എന്റെ സോഷ്യൽ സ്റ്റാറ്റസിന്, എന്റെ ജോലി സംബന്ധമായ യാത്രകൾക്കൊക്കെ അല്പം മദ്യം ഒരല്പം ഉണർവ് തരും എന്നുള്ള തിരിച്ചറിവില് പണ്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണോ ഈ ശീലത്തെ മാറ്റി നിർത്തിയത്, അതെല്ലാം ഒരു പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ അത് മറന്നുപോയി വീണ്ടും അടുത്തൊരു കുടിയിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 4-4.5 വർഷക്കാലം വീണ്ടും കുടിയും വീണ്ടും ഈ കൂട്ടായ്മയിൽ വരലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു എന്നുള്ളതാണ്. എന്തായാലും 2010 സാർ ഇപ്പൊ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു ചികിത്സാ രീതിയിലൂടെ ഈ പ്രോഗ്രാമിലേക്ക് വരണം. അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഏറ്റവും കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് അതാണ് എന്നുള്ള ഒരു കാര്യം എന്റെ സുഹൃത്തുക്കൾ എന്റെ അടുത്ത് ഉപദേശിക്കുകയും അത് പ്രകാരം ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയും ചെയ്തു. അതുവരെ ഡി അഡിക്ഷൻ എന്ന് ഒക്കെ പറയുന്നത് കേൾക്കുന്നത് പോലും എനിക്ക് പേടിയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു പേടി ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ആ ചികിത്സാലയത്തിൽ പോയി അവിടെ ഒരു 21 ദിവസത്തെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടെയാണ് യഥാർത്ഥത്തില് എന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് ഞാൻ എത്തി നോക്കുന്നത്. ആ സമയത്ത് ഭീകരമായ ബാധ്യതകള്, പ്രശ്നങ്ങള്, കുറെ പോലീസ് കേസുകള്, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. ഒരു മദ്യപാനി എങ്ങനെ ആയിരിക്കണം, അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ, ഒരു മനുഷ്യനും നമ്മളെ തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ. അപ്പം ആ ചികിത്സാലയത്തിൽ അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ തിരിഞ്ഞു നോട്ടം നടന്നത്. അതുവരെ ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കുന്നുണ്ട്, ഞാൻ ഉത്തരവാദിത്തം വിട്ട ഒരു ജോലി ചെയ്യുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ന്യായീകരണങ്ങൾ ഞാൻ കൊണ്ട് നടക്കായിരുന്നു. എന്റെ മദ്യപാനത്തെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ ഞാൻ പൊട്ടിത്തെറിക്കും. കാരണം ഞാൻ വൈകുന്നേരം ആവുമ്പോൾ ഒരല്പം കഴിക്കുന്നതാണോ പ്രശ്നം, ബാക്കി എല്ലാ ആളുകളും കഴിക്കുന്നുണ്ടല്ലോ. പക്ഷേ എന്റെ ചികിത്സാലയത്തിൽ ചെന്നപ്പോ അവിടുത്തെ കൗൺസിലേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞു തന്ന ഒരു കാര്യം, 10 പേര് മദ്യപിച്ചു കഴിഞ്ഞാല് അതിൽ 2-3 പേരെ മാത്രം ബാധിക്കുന്ന ഒരു രോഗത്തിന്റെ അടിമയാണ് ബൈജു. അതാണ് എന്റെ ആദ്യത്തെ ഒരു തിരിച്ചറിവ്. ഞാൻ കുടിക്കുന്ന മദ്യത്തിന്റെ അംശം എന്റെ തലച്ചോറിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു അഡിക്ഷൻ ആയിട്ട് രൂപപ്പെടുന്നുണ്ട്. അതാണ്. അപ്പൊ ഞങ്ങൾ മാനേജേഴ്സ് ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് മദ്യമൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ആ 9 പേരും കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ എനിക്ക് കഴിക്കണം, അവർ കഴിച്ചു തീരുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ എനിക്ക് വേണം എന്നുള്ള ഒരു ആർത്തി എന്നിൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഈ ചികിത്സാലയത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവരെടുത്ത ഒറ്റ ചോദ്യം ചോദിച്ചത് ഇത് മാത്രമാണ്, മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രശ്നമെന്നൊന്നും പറയാനില്ല, കഴിക്കുമ്പോ അങ്ങ് കഴിക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ കഴിക്കാതെ എത്ര ദിവസം വേണമെങ്കിലും പോകാൻ പറ്റും. പക്ഷെ അവിടെയാണ് ഈ കൗൺസിലേഴ്സ് പറഞ്ഞു തന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മദ്യപാനം എത്ര കൂടുതൽ അല്ലെങ്കിൽ
അല്ലെങ്കിൽ എത്ര അളവ് കഴിക്കുന്നുണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര കുറച്ച് കഴിക്കുന്നുണ്ടെന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ കാര്യം ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമാണോ? മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ആ ഒരു തുറന്ന് സമ്മതിക്കല. അതിനൊരു 3-4 ദിവസം ആ ചികിത്സയ്ക്ക് ഇരുന്നപ്പോ എടുത്തു ആ തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മനസ്സ്. 4-ാമത്തെ ദിവസം എന്റെ അടുത്ത കൗൺസിലർ പറഞ്ഞു, നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കൂ ആത്മാർത്ഥമായിട്ട്, ഇവിടെ വന്നിട്ടെങ്കിലും നിങ്ങളൊരു സത്യം പറയൂ, നിങ്ങളോട് തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഓരോ രാവിലെകളും എഴുന്നേറ്റ് വരുന്നത് ഭയങ്കരമായ പശ്ചാത്താപം നിറഞ്ഞൊരു മനസ്സുമായിട്ടാണ്. മനസ്സ് ഭയങ്കര കലുഷിതമായിട്ടാണ് ഓരോ രാവിലെകൾ എഴുന്നേറ്റ് വരുന്നത്. ഒരു പക്ഷേ അന്ന് രാത്രി പ്രശ്നങ്ങളോ തലേദിവസം ബഹളങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു മാനസിക സമ്മർദ്ദം എന്നിൽ തന്നെ രൂപപ്പെടുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ജോലി സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ. അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദന എന്നിൽ തന്നെ രൂപപ്പെടുന്നത് ഞാൻ അറിഞ്ഞു. അപ്പൊ അവർ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ എന്നുള്ളതിന് എനിക്ക് എസ് പറയേണ്ടി വന്നു. ശരിയാണ്, എനിക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര പശ്ചാത്താപം, മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, വലിയ പശ്ചാത്താപങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം അവർ രണ്ടാമത് ചോദിച്ചത്, മദ്യപാനം മറ്റുള്ളവർ നിർത്തണമെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മദ്യപാനത്തെ കുറിച്ച് എപ്പോഴെങ്കിലും അവര് ഈ ബൈജു മദ്യപിക്കരുത്, നിങ്ങൾ പ്രശ്നക്കാരനാണെന്ന് എപ്പോഴെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ? അത് ഒട്ടനവധി പ്രാവശ്യങ്ങൾ എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ അച്ഛനമ്മമാരും ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അവരൊക്കെ പറയുന്ന ഒരു കാര്യം, താങ്കൾ കുടിക്കരുത്, താങ്കൾ കുടിച്ച പ്രശ്നമാണ്, താങ്കൾ സ്നേഹമുള്ളവനാണ്, പരിഗണനയുള്ളവനാണ്, നല്ലവനാണ്, നന്നായി ജോലി ചെയ്യുന്നവനാണ്, എല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുടി പറ്റുന്നില്ല. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ 10 പേരിൽ 2-3 പേരിൽ പെട്ട ഒരാളാണ് ഞാനെന്ന തിരിച്ചറിവാണ് ഈ ചികിത്സാലയം എനിക്ക് തന്നത്. അപ്പൊ അവിടുന്ന് പിന്നെ എന്താണ് അതിനുള്ള ഒരു പോംവഴി? ഈ ഒരു മാർഗം, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ കണ്ടെത്താൻ കഴിഞ്ഞ ആ ഒരു മാർഗം സ്വീകരിക്കല്ലാതെ മറ്റൊന്നും. കാരണം എനിക്ക് പൈസയില്ല മുന്നോട്ട് പോകാനായിട്ട്, വലിയ വലിയ ട്രീറ്റ്മെന്റ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ മുടക്കാനോ ഒന്നും എൻ്റെ എല്ലാ ബാധ്യതകളും പ്രശ്നങ്ങളുമായിട്ടാണ് ഈ ചികിത്സാലയത്തിൽ എത്തുന്നത് തന്നെ. അപ്പം തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നങ്ങളാണ്. അപ്പം അവിടെ നിന്ന് പിന്നെ എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗം ആൽക്കഹോളിക്സ് അനോണിമസ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഇത്ര ഫ്രീഡം ഉള്ള മറ്റൊരു പ്രോഗ്രാം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കുടി നിർത്താൻ ഒട്ടനവധി മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ കുടി നിർത്താൻ എനിക്ക് പറ്റുന്നില്ല. 2-3 ദിവസം ഒരു പക്ഷെ നിന്നു പോകും, പക്ഷെ 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസത്തിലേക്ക് എനിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, ബൈജു നിർത്തുന്ന കുടി നിലനിർത്തിക്കൊണ്ടുപോകാനാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ ആവശ്യമുള്ളത്. ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ താങ്കളുടെ ജീവിതാവസാനം വരെ ഇത് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാക്കുക. ഇന്നലെ വരെ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായാൽ മാത്രമാണ് ഈ രോഗത്തിൽ നിന്ന് മോചിതനാവുന്നുള്ളൂ. അപ്പോ ഇത് കൂട്ടായ്മ പറയുന്ന വെറും ഒരു കുടി നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല എന്നും ഞാൻ പണ്ട് ചിന്തിച്ചിരുന്ന അതായിരുന്നു. ഇത് ചുമ്മാ കുറെ കള്ളുകുടിയന്മാർ കൂടി ഇരുന്നിട്ട് കുറെ അവരുടെ അനുഭവങ്ങൾ പറയുന്നു, അത് പങ്കുവെക്കുന്നു, അതൊക്കെ നമുക്ക് കുറെ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നതാണ്, കുറെ ആളുകളുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ 2010 ജൂൺ മാസം 2-ാം തീയതി ഞാൻ വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യ ബോധം. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരിക്കലും ഒരു കുടി നിർത്തുന്ന പരിപാടിയല്ല, അതിനപ്പുറം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മദ്യാസക്തനെ സുബോധവാനാക്കി ജീവിക്കാൻ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. അതിനൊരു ജീവിതത്തില് സമൂലമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാനായിട്ട് ഒരു 12 സ്റ്റെപ്പുകൾ എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് എനിക്ക് സുബോധവാനായിരിക്കാൻ കഴിയുന്നുള്ളൂ. അത് കുടി നിർത്തുക എന്നുള്ളത് ഒരു ആദ്യത്തെ ഒരു തുടക്കം മാത്രമാണെന്ന് ഞങ്ങളുടെ പുസ്തകങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു 190ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ കൂട്ടായ്മ എന്ന് ഞങ്ങൾ പറയും. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, അവന് പണ്ഡിതനോ പാമരനോ പണം ഇല്ലാത്തവനോ ഉള്ളവനോ ആരും ആയിക്കോട്ടെ, ആൽക്കഹോളിക്സ് അനോണിമസ് അവരിലെല്ലാം പ്രവർത്തിക്കും. കാരണം ഇത് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? നിങ്ങൾ ഒരു മാറിയ മനോഭാവത്തോടു കൂടി ജീവിക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ആരായാലും അവരിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു നേരം എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായി എന്റെ ജീവിതത്തിൽ നിന്ന് മദ്യപാനം മാറിയെന്ന് മാത്രമല്ല, ഞാൻ ഒത്തിരി സ്മോക്കിംഗ് ഉണ്ടായിരുന്നു, മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അതെല്ലാം ഒഴിവാക്കി ഇന്ന് 12 വർഷത്തോളമായിട്ട് കൂട്ടായ്മയുടെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയണം, ഞാനിപ്പം കുറെ ദൂരെ നിന്നാണ്, ഒരു 10-40 കിലോമീറ്റർ അപ്പുറം നിന്നാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. എനിക്കിന്ന് ഈ യാത്ര ചെയ്യാനുള്ള പ്രചോദനം ഇതാണ്. എന്നെ പോലെ ഇപ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം അറിയാതെ ഒത്തിരി ആളുകൾ എവിടെയെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശ്വസ്ത കരങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ മനോഹരമായ ജീവിതം, സ്വപ്നതുല്യമായ ജീവിതം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്ര സന്തോഷകരമായിട്ടാണ് പോകുന്നത്.
ഇപ്പോ ബൈജുവിന്റെ അനുഭവമാണ് ബൈജു പറഞ്ഞത്. അതായത് മദ്യപാനം ആ ശീലം തുടങ്ങി, ഇടയ്ക്ക് നിർത്തണമെന്ന് ആഗ്രഹിച്ചു, അതിനുള്ള ശ്രമം നടത്തി, നിർത്താൻ വേണ്ടി വീണ്ടും തിരിച്ച് ഇതിലേക്ക് വന്നു. ഇപ്പോ അദ്ദേഹം 10-12 വർഷമായിട്ട് മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അതിന് അദ്ദേഹം ആൽക്കഹോളിക് അനോണിമസിനെയാണ് പ്രധാനമായിട്ട് അതിലേക്ക് നയിച്ച ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഓർക്കുന്നത്. അതെ. അപ്പൊ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മദ്യപിക്കുന്നവര് എല്ലാം മദ്യാസക്തരല്ല. മദ്യപിക്കുന്നവര് മദ്യപാനികളാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകൻ മുരളി. പക്ഷെ അവരിൽ തന്നെ നേരത്തെ ബൈജു പറഞ്ഞ പോലെ ഒരു 15 മുതൽ 20% മാത്രമാണ് മദ്യാസക്തർ. അത് അവരുടെ ശാരീരിക മാനസിക ഘടനയുടെ ഒരു വ്യത്യാസമാണ്. മറ്റുള്ളവർക്ക് കുടിച്ചു തുടങ്ങിയാൽ നിയന്ത്രിച്ചു കൂടി അവസാനിപ്പിക്കാൻ പറ്റും. മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം കുടിക്കാതിരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അല്പം മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ കഴിച്ചു പോകാൻ പറ്റും. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് വേണ്ടത് ഞാനൊരു മദ്യാസക്തനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക. എന്റെ കുടിയുടെ ആ രീതി വെച്ചിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുടി എനിക്കൊരു പ്രശ്നമാണ്. സാധാരണ എന്റെ കുടി മറ്റുള്ളവർക്കെല്ലാം പ്രശ്നമായിരിക്കും, അതൊന്നും എന്നെ ബാധിക്കുന്നില്ലായിരുന്നില്ല. നേരത്തെ പറഞ്ഞു. അതെ, ഇപ്പൊ അതെ, എന്റെ കുടി എനിക്ക് പ്രശ്നമായിട്ട് വരുമ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഈ കുടിയിൽ നിന്നും മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് മാത്രമാണ് എയിലെ മെമ്പർഷിപ്പിനുള്ള ഒരേ ഒരു ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ ഇതിലേക്ക് കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ പ്രവർത്തന രീതി എങ്ങനെയാണ്? ഇത് എങ്ങനെ ഒരാളെ മദ്യാസക്തിയിൽ നിന്ന് മോചിപ്പിക്കും? മദ്യാസക്തനാണ് എന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ മദ്യപിക്കുന്നില്ല ആ ഒരു ബേസിൽ, അല്ലാതെ ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ മദ്യപിക്കില്ല എന്നുള്ള യാതൊരു പ്രതിജ്ഞയുമില്ല. ഇന്ന് ഓരോ ദിവസമായിട്ട് കൂട്ടിവെച്ചിട്ടാണ് ഈ വർഷങ്ങൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ആദ്യത്തെ പെഗ് ഒഴിവാക്കുക നമ്മൾ പറയുന്നുണ്ട്. കാരണം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്റെ ഈ ഒരു ശാരീരിക ഘടനയുടെ പ്രത്യേകത കൊണ്ടാണ് അല്പം മദ്യം ചെന്ന് കഴിഞ്ഞാൽ എന്റെ ശരീരം വീണ്ടും മദ്യം ആവശ്യപ്പെടുന്നത്. അതിന് ഞങ്ങൾ ഫിസിക്കൽ അലർജി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ആദ്യത്തെ പെഗ്, പണ്ടൊക്കെ നമ്മൾ പല ന്യായീകരണങ്ങളും പറഞ്ഞു എന്റെ അവസാനത്തെ പെഗ്ഗാണ് എന്നെ ഇതിലേക്ക് എത്തിച്ച് പ്രശ്നമാക്കിയതും ബ്ലാക്ക് ഔട്ടിലേക്ക് പോയതാണ്. പക്ഷെ ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് അവർ തിരിച്ചറിയുന്നു എന്റെ ആദ്യത്തെ പെഗ്ഗാണ് എന്റെ പ്രശ്നം. അതായത് തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. യെസ്, അവോയ്ഡ് ദ ഫസ്റ്റ് പെഗ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂടി നിർത്തുകയല്ല ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ പെഗ്ഗിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്നു, അത് മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെച്ച് വർഷങ്ങളോളം പോകുന്നു. അതായത് ഓരോ ദിവസമാണ് നമ്മൾ തീർച്ചയായിട്ടും ഇന്നും നമ്മൾ കഴിക്കാതിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോ വീണ്ടും നമ്മൾ പറയാണ് ഇന്നും കൂടി ഞാൻ കഴിക്കുന്നില്ല. അതെ അല്ലെ? അങ്ങനെ ഓരോ ഇന്ന് വിചാരിക്കുമ്പോൾ നാളെ ഞാൻ ഉണ്ടാകില്ല എന്നുള്ളത് എനിക്ക് അറിവില്ലാത്ത കാര്യം. നാളെ എത്തുമ്പോഴും ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല, ഈ നിമിഷം, അടുത്ത നിമിഷം പോലും എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇപ്പൊ കഴിക്കുന്നില്ല, ഈ നിമിഷം ഞാൻ കഴിക്കുന്നില്ല എന്ന് നീട്ടി കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ബൈജു സൂചിപ്പിച്ചു 12 പടികൾ അടങ്ങുന്ന ഒരു മാറിയ പുതിയ ജീവിത രീതിയുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് തന്നെ ആക്സിഡൻസ് ആണ്. ഞാനൊരു പവർലെസ് ഓവർ ആൽക്കഹോൾ എന്ന് പറയുന്നതാണ്. എന്റെ ലൈഫ് അൺമാനേജബിൾ ആയിട്ടില്ല. അപ്പൊ അത് മാറ്റിയെടുക്കുക, എന്റെ ലൈഫ് മാനേജബിൾ ആക്കി എടുക്കുന്നതിനുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ടോസ്റ്റ്. ഒരു മാറിയ ജീവിത രീതി, ഒരു പുതിയ ജീവിത രീതിയിലേക്കാണ് നമ്മൾ ഇതിലൂടെ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പൊ പലപ്പോഴും മദ്യപാനം എന്ന് പറയുന്നത് മദ്യപിക്കുന്നവരെ കൂട്ടം അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുമ്പോഴാണ് വീണ്ടും മദ്യപിക്കാൻ ചിലർ പ്രേരിതരാകുന്നത്. ഒരാൾ നിർത്തി ഇന്ന് കഴിച്ചില്ല, നാളെ അതിനുള്ള വീണ്ടും ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇവരെ എങ്ങനെ ഒഴിവാക്കും? അതിന് ഒന്നാമത് നമ്മൾ നിൽക്കുന്നത് മദ്യത്തിൽ നിന്നും മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മദ്യാസക്തരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതാദ്യത്തെ കാര്യം. അതായത് എല്ലാവരും ഒരേ ചിന്തയാണ്, ഒരേ ചിന്തയോടെ. കാരണം ഇതിനകത്ത് ഒരു കോമൺ പ്രോബ്ലത്തിന് കോമൺ സൊല്യൂഷൻ തേടി എത്തിയവരാണ് ഇതിനകത്ത് അംഗങ്ങൾ. അപ്പൊ അവരെ സംബന്ധിച്ചോളം ആദ്യത്തെ പെഗ്ഗിൽ നിന്നും മാറി നിൽക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്നത് ഞാനൊരു മദ്യാസക്തരാണെന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു മീറ്റിംഗിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ആദ്യം വരുന്നത് ഐ എം ആൻ ആൽക്കഹോളിക് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം പറയുന്നത് തന്നെ. അപ്പൊ ഞാനൊരു ആൽക്കഹോളിക് ആണെന്ന് ഞാൻ ഏത് സമയത്തും സദാസമയം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാനൊരു ആൽക്കഹോളിക് ആയതുകൊണ്ട് എന്റെ ഫസ്റ്റ് പെഗ് ഞാൻ എടുക്കരുത്. അങ്ങനെയാണ് തെറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ സിറ്റുവേഷൻസ് അതിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ, അവരൊക്കെ അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ മാറ്റുവാൻ പറ്റുന്നത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ നമ്മളിൽ ആ മാറ്റം വരുത്തിക്കൊണ്ടുപോകുന്നു. അതിപ്പോ ഏതാണെങ്കിലും ശരി. ഇപ്പോ ഇതിനകത്ത് സംബന്ധിച്ചിടത്തോളം ജാതിയോ മതമോ വർഗമോ വർണ്ണമോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഏത് നിലയിലാവാം, തൊഴിൽപരമായിട്ട് ഏത് നിലയിലാകാം, വിദ്യാഭ്യാസപരമായിട്ട് ഏതിലാം, ഏത് രീതിയിലാണെങ്കിലും അവിടെ നമ്മൾ മദ്യാസക്തനാണ് എന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ എല്ലാ ദിവസവും യോഗം ചേരുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ? ഇപ്പോൾ കേരളത്തിലാകമാനം ഈ കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഏകദേശം 415 ഗ്രൂപ്പുകൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളത്തും എന്റെ പരിസര പ്രദേശങ്ങളുമായിട്ട് ഏകദേശം 40 37
38 പല പല ഭാഗങ്ങളിലുമായിട്ട്. ഇപ്പോൾ സൗകര്യം അനുസരിച്ച് ഇപ്പോൾ ആഴ്ചയിൽ 1 മീറ്റിങ്ങുകൾ 2 മീറ്റിങ്ങുകൾ ഇങ്ങനെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു. മറ്റുള്ളവരുടെ അനുഭവവും ശക്തിയും പ്രതീക്ഷയുമാണ് നമ്മളവിടെ പരസ്പരം പങ്കുവെക്കുന്നത് അല്ലേ? അവിടെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു. ഇപ്പൊ ബൈജു പറഞ്ഞു പഴയ കാലം. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ്? ഞാൻ മനസ്സമാധാനത്തോടുകൂടി മദ്യമില്ലാത്ത ആനന്ദകരമായ ജീവിതം. ഇതിനിടയ്ക്ക് എനിക്ക് എന്താണ് സംഭവിച്ചത്? അതാണ് മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കുന്നത്. ഞാൻ പറയുന്നതായ ഒരു മാറിയ പുതിയ ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പൊ ഇതിനകത്ത് 2 പർപ്പസ് ഉള്ളൂ. ഞാൻ മദ്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ, ആ സോബ്രൈറ്റി നിലനിർത്തുകയും അതിനു വേണ്ടിയിട്ട് മറ്റ് മദ്യാസക്തരെ ആൽക്കഹോളിക്സിനെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സിംഗിൾനെസ് ഓഫ് പർപ്പസ് ആണ് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പൊ എല്ലാ ഞായറാഴ്ചയും എന്നുള്ളൊരു ഇതാണ് നിങ്ങൾ വെക്കുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഞായറാഴ്ച ഒരു കൂട്ടായ്മ ഉണ്ടായി. അതിൽ നമ്മൾ അനുഭവങ്ങളും ആശയങ്ങളും എല്ലാം പങ്കുവെച്ചു. അടുത്ത ഞായറാഴ്ച വരെയുള്ള 6 ദിവസമുണ്ട്. ഈ 6 ദിവസവും താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യത്തെ പെഗ് ഒഴിവാക്കുന്ന ആ ഒരു പ്രവർത്തനം തന്നെയാണോ 6 ദിവസവും ആ വ്യക്തി ചെയ്യുന്നത്? അതെ. ഇപ്പോൾ മറ്റ് മീറ്റിങ്ങുകൾ നമുക്ക് അടുത്തടുത്ത അതിൽ ഇടയ്ക്ക് ഒരു പ്രലോഭനം ഉണ്ടായാൽ എങ്ങനെ മറികടക്കും? അത് ഈ വ്യക്തിക്ക് കഴിയുമോ? തീർച്ചയായിട്ടും അതിന് ഫോൺ തെറാപ്പി വളരെയേറെ സഹായകരമാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിക്കുക. ഒരു അല്പസമയം സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ആ ഒരു മെന്റൽ ഒബ്സഷനാണ്. നമുക്ക് ആദ്യത്തെ ഒരു പെഗ് വേണമെന്നുള്ള ഒബ്സഷനെ തൽക്കാലം ഒന്ന് മറികടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം ചെന്ന് കഴിഞ്ഞാലുള്ള ഫിസിക്കൽ അലർജി വർക്കൗട്ട് ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫോൺ ഇല്ലെങ്കിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എറണാകുളം പരിസര പ്രദേശത്ത് എല്ലാ ദിവസങ്ങളും മീറ്റിംഗ് ഉണ്ട്. അടുത്തടുത്ത് പോയിട്ട് വരാം. ഇനി അഥവാ അതിന് കഴിയാത്ത ആളാണെങ്കിൽ മറ്റൊരാൾ ഫോൺ വിളിക്കും. അപ്പൊ മറ്റൊരാളുടെ ഫോൺ ഒരു അംഗത്തെ ഫോൺ ചെയ്യുമ്പോഴും ഞാൻ സ്വയം ഓർക്കുന്ന ഞാനൊരു അധ്യാസക്തനായതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചതെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു യോഗത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ പിന്നീടും നിങ്ങൾ പല മാർഗങ്ങൾ, ഇപ്പൊ ഫോൺ വഴിയും മറ്റുമൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഇന്നിപ്പോ പല സാമൂഹ്യ മാധ്യമങ്ങൾ വരെ ഉണ്ട് ബന്ധപ്പെടാൻ. അതുവഴിയും നിങ്ങൾക്ക് ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇതിന്ന് പ്രത്യേകിച്ച് ഒരു അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. എറണാകുളം ഇന്റർ ഗ്രൂപ്പിന്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. 8943334386. ഒന്നുകൂടി പറയാം, 8943334386. ഇപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വിളിക്കുന്നതെങ്കിലും ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏത് വ്യക്തിയായിട്ട് ബന്ധപ്പെടണമെന്ന് ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ആർക്കും എവിടെയും ബന്ധപ്പെടാൻ. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ബാധ്യതകളൊന്നുമില്ല. ഇതൊരു സെൽഫ് സപ്പോർട്ടിങ് ഇതാണ്, സ്വാശ്രയത്തൊഴിലൂടെ. കാരണം നമ്മളുടെ തന്നെ സംഭാവനകളിലൂടെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, പുറത്തുനിന്നുള്ള ഏതെങ്കിലും സാമ്പത്തികമോ അല്ലെങ്കിൽ സമ്മാനമോ പാരിതോഷികമോ എല്ലാം നമ്മൾ റിജക്ട് ചെയ്യുകയും വേണം. സാമ്പത്തികമായിട്ട് ഇല്ലേ, ഒന്നും സ്വീകരിക്കില്ല. നമ്മളുടെ തന്നെ സംഭാവനകളിലൂടെ. നിങ്ങളുടെ കൂട്ടായ്മ മേലുള്ള അംഗങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കുന്നതും. അതെ. അപ്പൊ നേരത്തെ പറഞ്ഞാലും ഒന്ന് ഇപ്പോ ഗൂഗിളിൽ തന്നെ കൊച്ചി മീറ്റിംഗ്സ് അതിനകത്തൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ മീറ്റിംഗുകൾ ഉണ്ട് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മദ്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരെ ഇങ്ങനെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് നമുക്ക് തീർത്തും പറയാം എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ അവസാനിപ്പിച്ചത്. തീർച്ചയായും. അതിനകത്ത് മറ്റൊരു കാര്യം, ഇത് ഒരു പ്രോഗ്രസീവ് ഇൽനെസ്സോടൊപ്പം തന്നെ ഒരു ക്രോണിക് ഇൽനെസ് ആണ്. ഒരിക്കൽ ആൽക്കഹോളിക് ആയിട്ടുണ്ടെങ്കിൽ അയാൾ എന്നും ആൽക്കഹോളിക് ആയിരിക്കും. അപ്പോ മാറാത്ത രോഗത്തിന് തീരാ ചികിത്സ എന്ന് പറഞ്ഞ പോലെ അവർ ഒരിക്കൽ മദ്യാസക്തനായിട്ടുണ്ടെങ്കിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ യുടെ ആ തത്വങ്ങളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ അയാൾക്ക് മദ്യത്തിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ സാധിക്കും. നല്ല ആനന്ദകരമായ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയവും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മദ്യാസക്തിയിൽ നിന്ന് മോചനം, ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. തയ്യാറാക്കിയത് TP രാജേഷ്, സഹായം സംഗീത R. നാഥ്. FM ഹെൽത്ത് ലൈൻ.